ഹലോ ഗൈസ്, ഏവർക്കും എമ്മി യാത്രയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കണവത്തോരനാണ്. നല്ല എമ്മി ആയിട്ടുള്ള കണവത്തോരൻ. അതിനായിട്ട് ഞാൻ ആദ്യമായി കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു സവാള, 2 മീഡിയം സൈസ് സവാള, ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കടുക്, പെരിഞ്ചീരകം, പിന്നെ ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് ഞാനിവിടെ ചതച്ചാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ, ഉപ്പ് നിങ്ങളുടെ ആവശ്യാനുസരണം ഓരോരുത്തരുടെയും കണക്കനുസരിച്ച് എടുക്കാവുന്നതാണ്. പിന്നെ കറിവേപ്പില. ഇനി നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടെല്ലാം കൂടി ഇട്ട് അരപ്പ് തയ്യാറാക്കാം. ജാറിലേക്ക് തേങ്ങയിട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. പിന്നെ പെരിഞ്ജീരകമാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്ന മറ്റൊരു സാധനം. പെരിഞ്ജീരകം, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി വെളുത്തുള്ളി നിങ്ങൾക്ക് ആവശ്യാനുസരണം ചേർക്കാവുന്നതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഒരുപാട് ടേസ്റ്റ് നൽകുന്നത് ഇതിന്. പിന്നെ കറിവേപ്പിലയും നമുക്കിതിലിട്ട് ഒന്ന് ക്രഷ് ചെയ്യാം. അപ്പോൾ കറിവേപ്പില കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ക്രഷ് ചെയ്ത് കൊടുക്കുമ്പം കുറച്ചുകൂടി നല്ല വിറ്റമിൻസ് ആണ്. അതിനുശേഷം നമുക്ക് ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടി ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഉലുവ, ഒരു ചെറിയ പിടി, 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കടുക് പൊട്ടിക്കാം. ശേഷം കറിവേപ്പിലയും ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം സവാള ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് വഴണ്ട് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പ് ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കാം. നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരണം. സവാളയും പച്ചമുളകും എല്ലാം ആ പച്ചക്കൊത്ത് മാറുന്നത് വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കുക. ശേഷം നമുക്ക് കണവ ഇട്ട് കൊടുക്കാവുന്നതാണ്. കണവയിൽ നിന്ന് തന്നെ നമ്മൾ കണവ ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിന് പ്രത്യേകം നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം കണവയിൽ നിന്ന് തന്നെ ചൂടായി വരുമ്പോൾ നല്ല വെള്ളം ഇറങ്ങും. അപ്പോൾ നമ്മൾ വെള്ളം അഡീഷണലായി ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം കൂടിപ്പോവും. അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി അടച്ച് വെച്ച് നമുക്കൊരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് അരപ്പിടാം. കണവ വെന്ത് വരുമ്പോൾ നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് മിക്സ് ചെയ്യാം. വെള്ളം നല്ല വറ്റിയ ശേഷം മാത്രമേ നമ്മൾ ഈ അരപ്പിട്ട് യോജിപ്പിക്കാവൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കണവത്തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് like, subscribe.